ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടി തന്നെ നമുക്ക് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിനെ കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവെല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് പച്ചമണം മാറുന്നേരം വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ടുണ്ട്. ഒന്നീ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ സിമ്മിലാക്കി വയ്ക്കുക. ഇത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് തേങ്ങ ഒന്ന് തിരുമിയതിന് ശേഷം നമുക്ക് വശക്കി വെച്ചിട്ടുള്ള ഉള്ളിയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മസാല പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ വറുത്ത തേങ്ങ തട്ടിക്കൊടുക്കാം. തേങ്ങയുടെ ഈർപ്പമെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കനിലോട്ട് തട്ടിക്കൊടുക്കാവൂ. ചിക്കൻ വേവിച്ച് വെച്ച ചിക്കനാണ്. ഇത് മുളകും കുരുമുളകും ഒക്കെ ഇടുമ്പോൾ നോക്കിയിടണം. ഇത് ചിക്കനിലിട്ട് വേവിക്കണം, തേങ്ങയിലിടണം. ഉള്ളി വശക്കിയതിന് ശേഷം ഉള്ളിയിലിട്ട് പൊടികൾ വറുത്തെടുത്തിട്ടുണ്ട്, അത് കണക്കാക്കി എരിവെള്ളം കൊടുക്കണം. ഇനി ഇതിലേക്ക് വറുത്ത തേങ്ങയെ ചിക്കനിലോട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കോരിയെടുത്ത് വിളമ്പാം. നല്ലൊരു ചിക്കൻ തോരനാണ്. നിങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.